أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള ഹസ്ന മാമിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചില മാസങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹുവും അവന്റെ റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ അംഗീകരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിക കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ഷാബാൻ. ശേഷം കടന്നു വരുന്നത് പുണ്യ റമദാൻ. പവിത്ര മാസമായ റജബ് പിന്നിട്ടാണ് ഷാബാൻ എത്തുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രഥമ ലക്ഷ്യം അള്ളാഹുവിനുള്ള ഇബാദത്താണ്. ഇബാദത്ത് എന്നാൽ സൃഷ്ടാവായ റബ്ബിനെ അറിഞ്ഞും അംഗീകരിച്ചും അനുസരിച്ചും ജീവിതത്തെ സമ്പൂർണമായും അവന് വിധേയമാക്കലാണ്. നാഥന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന കർമ്മങ്ങളാണ് ആരാധനകൾ. ആരാധനകളിൽ സമയദൈർഘ്യവും ത്യാഗവും പ്രകടനപരതയുടെ അഭാവവും കൊണ്ട് സവിശേഷമാണ് റമദാൻ മാസത്തെ വ്രതാനുഷ്ഠാനം. റമദാൻ മാസം നോമ്പിനായി തിരഞ്ഞെടുത്തതിന്റെ കാരണമാകട്ടെ അള്ളാഹുവിൽ നിന്ന് പ്രവാചകത്വവും മാനവർക്കാകമാനം സന്മാർഗമായി ഖുർആനിന്റെ അവതരണവും ഉണ്ടായ മാസം എന്നതാണ്. ഇത്രമേൽ മഹത്തരമായ റമദാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ് ഷാബാൻ. റമദാനിനൊരു മുഖവുര പോലെയാണ് ഷാബാൻ. പ്രിയ സഹോദരിമാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം മുന്നൊരുക്കങ്ങൾക്കുള്ള ഷാബാൻ. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഒട്ടും വൈകിക്കാതെ നമുക്ക് വിഷയാവതരണത്തിലോട്ട് കടക്കാം. അതിനായി ഹസ്ന മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷനും അതിലും ഏറെ ഭംഗിയുള്ളൊരു ഖിറാഅത്തും. നൂറുൽ ഖുർആൻ അക്കാദമിയുടെ തസ്കിയ ക്ലാസിന്റെ ഈ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സഹോദരിമാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബിൽ നിന്നുള്ള സമാധാനവും റഹ്മത്തും ബർക്കത്തും എല്ലാം നിങ്ങൾക്ക് ഏവർക്കും മേലുണ്ടാകട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. റമദാനു മുൻപുള്ള ഒരു ഒരുക്കം, ഒരു പ്രിപ്പറേറ്ററി പീരീഡായിട്ട് ഷഅബാൻ, അതിനെ എങ്ങനെ നമ്മൾക്ക് വിനിയോഗിക്കാം, എന്താണ് അതിൻ്റെ മഹത്വം, ഈ പ്രിപ്പറേഷന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നെല്ലാം നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. എന്നാൽ കൂടി നമ്മളുടെ ഖുർആൻ തന്നെ ഒരു തദ്കിറയാണല്ലോ, നമ്മൾക്കറിയാവുന്ന കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണല്ലോ. സഹാബാക്കളെ തമ്മിൽ ഓർമ്മപ്പെടുത്തുമായിരുന്നല്ലോ. നമ്മൾക്കും ആ ഒരു ശ്രമത്തിൽ തന്നെ, ആ ഒരു സുന്ന തന്നെ നമ്മൾക്കും ഫോളോ ചെയ്യാം. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم انفعنا بما علمتنا وعلمنا وزدنا علما. الحمد لله على كل حال وأعوذ بالله من حال أهل النار يا رب العالمين. ഇന്ന് റജബ് 29 ആണ്, ഷഅബാൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമദാൻ, ആ റമദാനിൽ തന്നെ നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു ലൈലത്തുൽ ഖദ്ർ, നമ്മൾ ഓർത്തു വെച്ചിട്ടുള്ള ദുആകളും ഏറ്റു പറയേണ്ട തെറ്റുകളും എല്ലാമായി നമ്മൾ ഉറ്റുനോക്കുന്ന റബ്ബ് ഇസ്തിഗ്ഫാർ വാഗ്ദാനം ചെയ്ത ഷഹ്റു റമദാൻ. ഈ റജബ് മാസം റബ്ബ് സുബ്ഹാനഹു വതആല പുണ്യ മാസങ്ങളിൽ ഒന്നായിട്ട് നമ്മൾക്ക് വേണ്ടി തൃപ്തിപ്പെട്ടു തന്ന ഒരു മാസമാണ്. പുണ്യമാസങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ആ ഒരു മാസങ്ങളില് നിങ്ങളാരും സ്വന്തം നഫ്സിനോട് അതിക്രമം കാണിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് റബ്ബ് സുബ്ഹാനഹു വതആല. അതായത് മാക്സിമം നമ്മൾ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കണം. സാധാരണ ഒരു ദിവസം ചെയ്യുന്ന ഒരു തെറ്റിനേക്കാൾ വളരെ ഗുരുതരമാണ് പുണ്യമാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന തെറ്റ്. അതേപോലെ തന്നെ അതിന്റെ മറുവശം എന്തെന്നാൽ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന നന്മകളുടെ ഫലത്തെക്കാൾ കൂടുതലായിരിക്കും അന്നേ ദിവസം നമ്മൾ ചെയ്യുന്ന ഗുണങ്ങൾ, നന്മകൾ. ഏതായാലും റജബ് അവസാനിച്ചിരിക്കുന്നു. ചുരുക്കം മണിക്കൂറുകൾ മാത്രം ബാക്കി. റബ്ബ് നമ്മളുടെ എല്ലാ നന്മകളെയും കൂടുതൽ കൂടുതൽ അതിന് പ്രതിഫലം നൽകി നമ്മൾ അർഹിക്കാത്ത പോലും, നമ്മൾ ഊഹിക്കാത്ത പോലും പ്രതിഫലം റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹ്റു ഷഅബാൻ എന്ന് പറഞ്ഞാല് ആ ഷഅബാൻ മാസത്തെ പറ്റി നമ്മൾക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പുകൾ പിടിച്ചിട്ടുള്ള മാസം എന്താണ്? ഉസ്മാൻ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലം അറക തസൂമു ഷഹ്റൻ മിൻ ശുഹൂരി മാ തസൂമു മിന ശഅബാൻ. ഇതുവരെയായിട്ടും ലം അറാക, ഞാൻ കണ്ടിട്ടില്ല താങ്കളെ ഇത്രയധികം ഈ മാസങ്ങളിൽ വെച്ചിട്ട് ഈ ഒരു മാസത്തിൽ ഇത്രയും നോമ്പ് പിടിക്കുന്നതായിട്ട്, ഈ മാസത്തിൽ അല്ലാതെ വേറൊറ്റ മാസത്തിലും ഇത്രയധികം നോമ്പുകൾ താങ്കൾ പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലല്ലോ യാ റസൂലുള്ളാഹ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശഹ്റുൻ യഗ്ഫലു നാസു അൻഹു ബൈന റജബ വറമദാൻ വഹുവ ശഅബാൻ. ഈ ഒരു മാസമുണ്ട്, അവിടെ യഗ്ഫലു നാസു, നാസ് ഗഫ്ലത്തിലാണ്, അവർ ഹീഡ്ലെസ്നെസ്സിലാണ്, അവര് അശ്രദ്ധയിലാണ്. അതിൽ നിന്ന് ബൈന റജബ റമദാൻ, റജബിന്റെയും റമദാനിന്റെയും നടുവിലുള്ള ഒരു മാസമുണ്ട്, അതിൽ മനുഷ്യന്മാർ വളരെ ശ്രദ്ധക്കേടിലാണ്. അതാണ് ഷഅബാൻ. ഷഅബാൻ എന്ന് പറഞ്ഞാല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, കാന തസൂമു ഷഅബാന കുല്ലഹ് ഇല്ലാ ഖലീൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതില് കാന യസൂമു, അദ്ദേഹം നോമ്പ് നോൽക്കുമായിരുന്നു. ഷഅബാന കുല്ലഹ് ഇല്ലാ ഖലീൽ, ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് എക്സെപ്റ്റ് എ ഫ്യൂ, വളരെ കുറച്ചല്ലാതെ ബാക്കി മൊത്തം മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഒരു നിവേദനമാണ്. അപ്പൊ എന്താണ് ഈ ഷഹറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഗഫ്ലത്തിലുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സ്കോർ ചെയ്യുമായിരുന്നു. എന്താണ് എല്ലാവരും ഗഫ്ലത്തിലുള്ളപ്പോൾ, എല്ലാവരും അശ്രദ്ധയിലായിരിക്കുമ്പോൾ
നമ്മളൊരു കാര്യം കൂടുതൽ ചെയ്താൽ എങ്ങനെ എങ്ങനെയാണ് അത് നമ്മൾക്ക് അഡ്വാൻറ്റേജ് ആയി വരുന്നത്? സുബ്ഹാനല്ലാഹ്. ആ വിഷയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾക്ക് ഒരു ദുആ, അതായത് നമ്മളെ എന്താ പറയാ, അൽഫ പുണ്യം കിട്ടുന്ന ഒരു ദുആ ആണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയുഹ്യി വയുമീതു വഹുവൽ ഹയ്യു ലാ യമൂതു ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്. അത് ഏതിന്റെ ദുആ ആണ് സഹോദരിമാരെ? നിങ്ങൾക്ക് അറിയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാളി. ആ ദുആ ആണ് ദുആ ഉസ്സൂഖ്. സൂക്കിൽ പ്രവേശിക്കുമ്പോൾ, മാർക്കറ്റ് പ്ലേസിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ദുആ ആണത്. ആ ഒരു ദുആ നമ്മൾ പറഞ്ഞാല് അതിന് 1000 അൽഫ റിവാർഡ് ആണെന്നാണ് പറയുന്നത്. യെസ്, അങ്ങാടിയിലെ ദുആ അൽഫ റിവാർഡ് എന്ന് പറയുന്നത് 1000, അതായത് 1000 + 1000 2000 എന്നോ 1000 ആൻഡ് 1000 10,000 എന്നോ ഒന്നും അല്ല. അതിന് കുറെ അധികം കണക്കില്ലാത്ത റിവാർഡ്സ് എന്നാണ് അൽഫ് എന്ന് പറഞ്ഞാൽ. ആ ഒരു ടൈമില് കണക്കില്ലാത്തത്, കാക്കത്തൊള്ളായിരം എന്നൊരു അർത്ഥം വരുന്ന ഒരു വേർഡാണ് അൽഫ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങാടിയിലെ ദുആക്ക് ഇത്ര അധികം അൽഫ് ഹസനാത്ത് വരുന്നത്? ഒരു അങ്ങാടിയിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, അവിടെ ഫുൾ കടകളും കച്ചവടക്കാരും നമ്മളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ചരക്കുകളും, നമ്മളുടെ മനസ്സിൽ തന്നെ കുറേ അധികം ലിസ്റ്റുകൾ ഉണ്ടാവും. ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിക്കും എന്നുള്ള ഒരു 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 ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മള് ആങ്സിയസ് ആയിരിക്കും, എവിടെ പോകണം. ഈ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ അശ്രദ്ധയിൽ പെടാൻ പോകുന്ന ഒരു സമയം, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാത്ത, നമ്മൾ ഏറ്റവും കൂടുതൽ വേറെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ആൾക്കാർ ആരാണ്? അഫ്ഷുസലാം വഅത്ഇമു ത്വആം എന്ന് പറഞ്ഞ ഹദീസിൽ പറയുന്നു, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നവൻ എന്നാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്നവൻ എന്നാണ്. എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്. അതായത് നോർമലി ആൾക്കാർ ചെയ്യാത്തപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആകാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാ നാസും, ജനങ്ങൾ മൊത്തത്തിൽ ഗഫ്ലത്തിലായിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് നോക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കൂടുതൽ പുണ്യകർമ്മങ്ങൾ, ഷഅബാനിൽ റസൂല് ചെയ്യുന്ന സദഖകൾ എന്ന് പറഞ്ഞാല് ശക്തിയായി വീശുന്ന കാറ്റ് പോലെയായിരുന്നു. ആ കാറ്റ് എല്ലാ ഡയറക്ഷനിലും ചെന്നെത്തും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ ഡയറക്ഷനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണം ചെലവഴിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഈ ഒരു മാസത്തിന്റെ വേറൊരു പുണ്യം എന്ന് പറഞ്ഞാല് വഹുവ ഷഹ്റുൻ തുർഫഉ ഫീഹി അൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീനിലേക്ക് ജനങ്ങളുടെ അഅമാലുകൾ ഉയർത്തെഴുന്നേൽക്കുന്ന മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസമാണെന്നാണ്. നമ്മൾക്കറിയാം, നമ്മളുടെ അമലുകൾ എല്ലാ ദിവസവും വെച്ച് 2 നേരങ്ങളിലായിട്ടും, എല്ലാ ആഴ്ചകളിൽ 2 ദിവസമായിട്ടും, എല്ലാ കൊല്ലത്തിൽ, അത് ഷഅബാനില് നമ്മളുടെ അമലുകൾ, നമ്മളുടെ കർമ്മങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്നു അമലുകൾ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ അമലുകൾ പ്രത്യേകമായി രേഖപ്പെടുത്തുന്ന സമയങ്ങൾ, മലക്കുകൾ മാറുന്ന സമയങ്ങൾ, ഇതിലെല്ലാം കൂടുതൽ അദ്കാറുകളിലോ അല്ലെങ്കിൽ സിയാമായിട്ട് സൗമായില് മുഴുകുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇനി ഷഅബാൻ എന്ന് പറഞ്ഞാല് ഒരു നമ്മളുടെയൊക്കെ ജീവിതത്തിലെ ഒരു യുഗത്തിന്റെ അവസാനവും വേറൊരു യുഗത്തിന്റെ തുടക്കമാകേണ്ടതാണ്. ജസ്റ്റ് ലൈക്ക് ഖുർആൻ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലൈഫിലേക്ക് ഇറങ്ങിയപ്പോൾ അതിനു മുൻപും അതിന് പിൻപും ഉണ്ടായ ആ ഒരു ആ ഒരു ട്രാൻസ്ഫർമേഷനാണ് നമ്മൾ എല്ലാവരും ഈ ഷഅബാനിലും റമദാനിലും ഒക്കെ പ്രതീക്ഷിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുന്നൊരുക്കങ്ങൾ, പ്രിപ്പറേഷൻസ്. അത് എപ്പോഴും അതെപ്പോഴും ഗുണം ചെയ്യുകയുള്ളൂ. നമ്മൾ ഒരു ബോർഡ് എക്സാം, ഒരു എക്സാം ആണെങ്കിൽ ഒരു 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മളൊരു 10ലോ 12ലോ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ സാധാരണ കുട്ടികൾക്ക് ജൂണിൽ തുടങ്ങുന്ന ക്ലാസ് ആണെങ്കിൽ ആ കുട്ടികൾക്ക് അത് മെയ്യിൽ തന്നെ തുടങ്ങും. എക്സ്ട്രാ ക്ലാസ്സസ് അവർക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ എടുത്ത് ടീച്ചേഴ്സ് ഒരു നവംബറോടുകൂടി അവരുടെ എല്ലാ പോർഷൻസും തീർക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ഡിസംബർ മുതൽ പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ആണ്. അവർക്ക് മോഡൽ എക്സാമുകൾ, പ്രീ ബോർഡ് 1, പ്രീ ബോർഡ് 2, പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡലുകൾ ഉണ്ടാവും, പിന്നെ പ്രാക്ടിക്കൽ. അങ്ങനെയാണ് ഇവർ ബോർഡ് എക്സാമിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ ബോർഡ് എക്സാം എത്തുമ്പോഴത്തേക്കും കുട്ടികൾ ഒരു 2, 3, 4 പ്രാവശ്യം ഈ എല്ലാ സിലബസും പഠിച്ച് എക്സാമുകളൊക്കെ എഴുതി ഒന്ന് തിട്ടപ്പെടുത്തി അവരതൊക്കെ പുതിയതായിട്ട് എക്സാം കാണുമ്പോൾ അവരത് റെഡി ആയിരിക്കും. അവർ ആ ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാകും. അല്ലാതെ ആദ്യമായി ഒരു എക്സാമിനും ഹാളിൽ മുന്നിൽ ചെന്ന് എക്സാം പേപ്പറൊക്കെ കാണുമ്പോൾ കിടന്ന് വിറക്കുന്ന, അല്ലെങ്കിൽ അറിയുന്ന ആൻസർ ആണെങ്കിൽ പോലും അത് എഴുതാനോ അല്ലെങ്കിൽ അത് ഓർത്തെടുക്കാനോ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയെ പോലെയല്ല ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു കുട്ടി. അപ്പൊ പ്രിപ്പറേഷൻസ് എപ്പോഴും നമ്മൾ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ ആ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈം ഓൺവേർഡ്സ് നമ്മൾക്കറിയാം, ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ ആ ഒരു എന്താ പറയാ ഒരു വീല് കറക്കിയിട്ട് ഇന്ന മാസമായിരിക്കും, ഇന്ന ദിവസമായിരിക്കും. മന്ത് 3 ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു സ്കാൻ, രണ്ടാമത്തെ 6ാം മാസത്തിൽ വേറൊരു സ്കാൻ, 9ാം മാസത്തിൽ ഒരു സ്കാൻ ഉണ്ട്. ആ സ്കാനാണ് കറക്റ്റ് ഡേറ്റ് പറയുന്നത്. നമ്മൾ പ്രിപ്പയർ ചെയ്യും. നമ്മളെ ബോഡി, ഞാൻ പ്രഗ്നന്റ് ആണ്, എനിക്ക് റെസ്റ്റ് എടുക്കണം, എനിക്ക് ഇന്ന മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്, ഞാൻ ഇങ്ങനെ എക്സസൈസ് ചെയ്യണം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി എന്തെല്ലാം ദുആകൾ ചെയ്യണം, എന്തെല്ലാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നു ആ ഒരു എൻഡ് റിസൾട്ട് നന്നാകുവാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അതേപോലെ നമ്മളുടെ വീട്ടിലൊരു കല്യാണം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾ വളരുകയാണെങ്കിൽ തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു കല്യാണ പ്രായമെത്തിയ ഒരു മകളോ മകനോ നമ്മൾക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പോകുന്ന ഇടത്തെല്ലാം നല്ല നല്ല ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മക്കളുണ്ടോ, അതേപോലെ ഏതെങ്കിലും കല്യാണങ്ങളിൽ കാണുമ്പോൾ ഒരു കുട്ടിയെ കണ്ടാൽ എവിടെയാ നിന്റെ വീട്. സുബ്ഹാനല്ലാഹ്. വി സ്റ്റാർട്ട് പ്രിപ്പയറിങ്, വി ആർ ഗെറ്റിംഗ് റെഡി. നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇന്ന സമയത്താണ് കല്യാണമെങ്കിൽ ഇന്ന ഹോള് ബുക്ക് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്യും. ഈ ഒരു പ്ലാനിങ് ഏറ്റവും കൂടുതൽ വരേണ്ടത് ഈ ഒരു റമദാനിലല്ലേ. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഏവർക്കും ആരാണോ പ്രതീക്ഷയോടുകൂടെയും ഇഹ്തിസാബോടുകൂടെയും ഈമാനോടുകൂടെയും റമദാനിലെ നോമ്പ് നോൽക്കുന്നത്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ രാത്രിയിൽ എണീറ്റ് നമസ്കരിക്കുന്നത്, അവർക്ക് ഉറപ്പായിട്ടും ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവർക്ക് അവരിൽ നിന്ന് വന്നു പോയ തെറ്റുകളെല്ലാം പുറത്തു തരുമെന്ന്. സുബ്ഹാനല്ലാഹ്. റബ്ബ് നമ്മൾക്ക് ആ ഒരു റിവാർഡ്, റബ്ബ് നമ്മൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള ആ ഒരു ഓഫർ ഉള്ള ടൈമിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യണ്ടേ, നമ്മൾ പ്രിപ്പയർ ചെയ്യണ്ടേ. അല്ലെങ്കിൽ ആദ്യമായ റമദാനിൽ നമസ്കരിക്കാനും രാത്രി ഓതുവാനൊക്കെ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ആവുമ്പോൾ നമ്മൾ എന്തായാലും ടയേർഡാവും. സുബ്ഹാനല്ലാഹ്. ഈ ഫസ്റ്റത്തെ രാവുകള് നമ്മൾ അവസാനത്തേക്ക് വെച്ചാൽ അവസാനത്തേക്ക് ചിലപ്പോൾ നമ്മൾ ഈ ശീലം നമ്മൾക്ക് മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, ഷഅബാൻ നമ്മൾക്ക് തുടങ്ങാൻ ഉള്ള സമയമാണ്, ഏറ്റവും നന്നായിട്ട് ഒരുങ്ങാനുള്ള സമയമാണ്. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഒരു മാസത്തിന് ശേഷമുള്ള ഈ ഒരു റമദാനിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ
എന്നും നമ്മൾക്ക് ഒട്ടും ഉറപ്പുള്ള കാര്യമല്ല. പക്ഷെ എന്നാൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസം വിട്ടുപോയാലും അല്ലെങ്കിൽ ഉറങ്ങിപ്പോയാലും മറന്നു പോയാലും അതിനുള്ള സെയിം അത് ചെയ്തത് പോലുള്ള റിവാർഡ് ഉണ്ട് എന്ന് നമ്മൾക്കറിയാമല്ലോ. അപ്പൊ നമ്മളിപ്പോ തന്നെ ഈ ഷാബാനിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റാക്കി റമദാനിന് വേണ്ടി ഒരു മിനി റമദാൻ നമ്മൾ ഷാബാനിനെ നമ്മൾ ഒരു മിനി റമദാൻ ആക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആരോഗ്യം അതിന് എത്തിച്ചില്ലെങ്കിൽ പോലും റബ്ബിന്റെ റബ്ബിന്റെ തീരുമാനത്താൽ എത്തിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഫുൾ റിവാർഡ് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇനി എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു ഷഅബാനിലെ നമ്മൾക്ക് എങ്ങനെ ഒരുങ്ങാം? ആദ്യം നമ്മൾക്ക് പല രൂപത്തില് നമ്മൾക്ക് ഷഅബാനിനെ ഉപയോഗിക്കാം. നമ്മൾ എന്താണ് റമദാനിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ. റമദാനില് നമ്മൾക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും തന്നെ നമസ്കരിക്കുവാനും ഖുർആൻ പാരായണം ചെയ്യുവാനും അതേപോലെ തന്നെ തറാവിയഹ്, തഹജ്ജുദ്, ഖിയാം നമസ്കാരങ്ങളിലൊക്കെ മുഴുകുവാനും ഒക്കെ സുഖമാണ്. ബിക്കോസ് ഈ ഭൂമിയിലെ മൊത്തം വിശ്വാസികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഷഅബാനിലെ നമ്മളുടെ കർമ്മങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ബാക്കിയുള്ളവർക്കാർക്കും ചിലപ്പോ ഈ ഒരു നോമ്പോ ഈ നമസ്കാരങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഖിയാമുകളോ ഖുർആൻ ഖിറാഅത്തുകളോ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്ട്രാ എഫേർട്ട് ഇതിൽ എന്തായാലും വേണ്ടി വരും. പക്ഷേ ഈ എക്സ്ട്രാ എഫേർട്ടൊക്കെ നമ്മൾക്ക് അതിനുള്ള റിസൾട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, റജബ് വിത്ത് പാകാനും ഷഅബാൻ വെള്ളമൊഴിക്കാനും റമദാൻ കൊയ്യാനുമുള്ള മാസമാണെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾക്ക് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ആദ്യം തന്നെ അത് സൗമ് തന്നെയാണ്. റസൂലിന്റെ സുന്നത്തിൽ നിന്ന് നമ്മൾക്കത് കാണാൻ സാധിക്കും. നമ്മൾ കൂടുതലായിട്ട് വ്രതങ്ങൾ നോമ്പുകൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ആഴ്ചയിലുള്ള 2 ദിവസമോ അല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ 13, 14, 15 ദിവസങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മളുടെ ശരീരം അനുവദിക്കുന്നത് പോലെ ആഴ്ചയിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചിട്ട് നമ്മളൊന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. നമ്മളുടെ നമസ്കാരങ്ങൾ, സുബ്ഹാനല്ലാഹ്, നമ്മളുടെ നമസ്കാരങ്ങൾ അത് കുറച്ചുകൂടി ശ്രദ്ധ നമ്മൾക്കതിൽ കേന്ദ്രീകരിക്കാൻ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫർദായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അത് റബ്ബ് നമ്മൾക്ക് ഫർദാക്കിയിട്ടുള്ളത്. അപ്പൊ ഫർദ് നമസ്കാരങ്ങളിലും ഫർദാക്കപ്പെട്ട കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ഇനി അത് കഴിഞ്ഞതിന് ശേഷം സുന്നത്തുകളിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ അവന്റെ അടിമകളിൽ നിന്ന് ഫർദായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയും അമാലുകളൊക്കെ എടുക്കുകയും അതിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നാൽ മലക്കുകൾ അടുത്ത് ചോദിക്കും, ഇവനിക്ക് ഈ ഫർദിന് വേണ്ടി പകരം വെക്കാൻ, ഈ ഫർദിൽ വന്ന പോരായ്മകൾക്ക് പകരം വെക്കാൻ എന്തെങ്കിലും സുന്നത്തുകൾ ഉണ്ടോ എന്ന്. എന്നിട്ട് ഈ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സുന്നത്തുകൾ, ഈ നമ്മൾ ചെയ്ത ഈ സുന്നത്തുകൾ കൊണ്ട് ആ ഫർദിലെ വന്ന പോരായ്മകളൊക്കെ മറച്ചു കളയുമെന്നാണ് സുബ്ഹാനല്ലാഹ് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ഫർദുകളെ ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് സുന്നത്തുകള് കൂടുതൽ അധികരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണം നമ്മള് ഒരു ആയത്ത് ഖുർആൻ എന്ന് പറയുന്ന നേരത്ത് അള്ളാഹുവിന്റെ കലാമാണ്. ഖുർആൻ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങിയാൽ അറിയാം, അതൊരു ലഹരിയാണ്. ഇറ്റ്സ് എൻ അഡിക്ഷൻ. നമ്മൾ ചിലപ്പോൾ ഒരു ആയ എന്ന് പറഞ്ഞ് തുടങ്ങും, അല്ലെങ്കിൽ അര പേജ് എന്ന് പറഞ്ഞ് തുടങ്ങും. ചിലപ്പോൾ നമ്മൾ 2 പേജ് കഴിയും. നമ്മൾ കാൽ ജുസ് എന്ന് വന്ന് തുടങ്ങും, ചിലപ്പോൾ 1 ജുസ് കഴിയും. ഈ ഒരു ലഹരി, ഈ ഖുർആൻ എന്ന ഈ ഒരു റബ്ബിന്റെ ഈ ഒരു കലാമിനെ അങ്ങ് സ്നേഹിക്കുക, അത് കൂടുതൽ ഖിറാഅത്ത് ചെയ്യുക, നല്ല ഭംഗിയോടുകൂടി നിങ്ങളുടെ സൗണ്ടുകളാൽ, നിങ്ങളുടെ സൗത്തുകളാൽ, നിങ്ങളുടെ
കൊണ്ട് നല്ല ശബ്ദം കൊണ്ട് ഖുർആനിനെ ഭംഗിയാക്കുക എന്നുള്ളത്, നല്ല രീതിയിൽ നല്ല തജ്വീദോടുകൂടി ഖുർആൻ പാരായണം വിത്ത് അർത്ഥം, വിത്ത് തദബ്ബുർ, എന്നാലേ നമ്മൾക്ക് ഈ ഒരു ഖുർആനിനോട് യഥാർത്ഥ ഒരു ജസ്റ്റിസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ സദഖ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല രീതിയിൽ റമദാനിലാകട്ടെ ഷഅബാനിലാകട്ടെ കൂടുതൽ സദഖകൾ ചെയ്യുക. മിക്കപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് സക്കാത്ത് നമ്മൾ കൊടുക്കുന്നത് റമദാനിലാണ്. റമദാനിൽ സക്കാത്ത് കൊടുക്കണം എന്നുള്ളത് ഒരു ഒബ്ലിഗേറ്ററി ഒന്നല്ല, അതൊരു അതല്ല. സക്കാത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഒരു എന്താ അതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയാൻ നേരത്ത് ആ ഒരു ഹിസാബ്, ആ ഒരു കറക്റ്റ് ഇത് കടക്കുക ആൻഡ് ഹൗല് പൂർത്തീകരിക്കുക, ഒരു വർഷം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ കൂടി എല്ലാവരും റമദാനിൽ സക്കാത്ത് കൊടുക്കുന്നത് റമദാനിലെ കൂടുതൽ പുണ്യം, ഒരു സുന്നത്തിന് ഫർദിന്റെ ഫലവും ഫർദിന് ഇരട്ടി ഫലവും കിട്ടുന്ന ആ ഒരു മന്ത് ഓഫ് റമദാനിന്റെ സക്കാത്ത് കൊടുക്കുക, അതുകൊണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ലാണ്ട് സക്കാത്ത് റമദാനിൽ ആണ് കൊടുക്കേണ്ടത് എന്നൊരു നിയമം ഖുർആനിലില്ല. അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ട 2 മാനദണ്ഡം നമ്മൾ നസ്ബ് റീച്ച് ചെയ്യുക, ഹൗല് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്നാൽ കൂടി സദഖകൾ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. അത് കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഷഅബാനിനെ അങ്ങ് സ്ട്രോങ് ആക്കുക. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ നമ്മൾ ഇസ്തിഗ്ഫാറുകൾ അല്ലെങ്കിൽ തൗബ ചെയ്ത് മടങ്ങേണ്ട, കൂടുതൽ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഷഅബാൻ. റമദാനിൽ നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ഉറപ്പാക്കപ്പെട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉറപ്പ് പറഞ്ഞിട്ടുള്ള, വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ നമ്മൾ ഈ ഷഅബാനിൽ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. നമ്മൾ ചെയ്ത ചെറുതും വലുതുമായി ചെയ്ത പാപങ്ങളൊക്കെ ഓർത്തെടുത്ത് അതിനോട് അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, ഏറ്റവും ഋജുവായ മനസ്സോടുകൂടി, ഏറ്റവും നിഷ്കളങ്കമായ ഖാലിസായിട്ട് ഒരു മനസ്സോട് കൂടി റബ്ബിനോട് നമ്മളുടെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുക. അതേപോലെ നമ്മളുടെ ഖിയാമുകൾ വർദ്ധിപ്പിക്കുക. രാത്രി നമസ്കാരം നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ഇൻഷാ അല്ലാഹു തആല. സോ ഇസ്തിഗ്ഫാർ അല്ലെങ്കിൽ തൗബയും ഇസ്തിഗ്ഫാറും അതേപോലെ തന്നെ കണ്ണീരൊഴിച്ചുകൊണ്ട് നമ്മൾക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ നല്ല ഗുഡ് ഡീഡ്സ്, നമ്മളുടെ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കാം. അത് ഖുർആനാകട്ടെ, ഈ ഫർലാക്കപ്പെട്ട കാര്യമാകട്ടെ, അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ അദ്കാറുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മളുടെ ഹാർട്ടിനെ, നമ്മളുടെ ഹൃദയത്തെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കാം. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന അതായത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മള് ഏറ്റവും റബ്ബിനോട് അടുക്കാൻ വേണ്ടി നമ്മൾ സലീമായിട്ടുള്ളൊരു ഖൽബോടുകൂടി നമ്മൾക്ക് റമദാനിൽ പ്രവേശിക്കാം. അതിനു മുമ്പ് അപ്പോൾ നമ്മുടെ ഹാർട്ടിൽ, നമ്മുടെ ഹൃദയത്തിൽ വന്ന കറകളെയും നമ്മളുടെ പാപങ്ങളെയും ഒക്കെ നമ്മൾക്ക് അതിൽ നിന്ന് മാറ്റിക്കളയാം. അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സ്ക്രീൻ ടൈം, അത് കുറേ അധികം നമ്മൾക്ക് എന്ത് ചെയ്യാം? കുറക്കാൻ ശ്രമിക്കാം. നമ്മൾ സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ്, നമ്മൾ റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ നിന്നും വെള്ളവും അതേപോലെ ശാരീരികമായിട്ടുള്ള ഒരു ദേഹേച്ഛയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് കൂടെ നമ്മൾക്ക് ചെയ്യാം. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും കൂടെ നോമ്പെടുക്കാം, സോഷ്യൽ മീഡിയയിൽ നിന്നും കൂടെ വിട്ടു നിൽക്കാം. അപ്പോൾ അതിന്റെ ഒരു മുന്നൊരുക്കമായിട്ട് ഷഅബാനിൽ നമ്മൾക്ക് നമ്മളുടെ സ്ക്രീൻ ടൈം കുറക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഫുഡ് ഇൻടേക്ക് ഷഅബാനിൽ കുറച്ച് കുറക്കാം. കുറച്ച് നമ്മളുടെ ഭക്ഷണ രീതികളൊക്കെ ഒന്ന് കട്ട് ഷോർട്ട് ആക്കിയിട്ട് കുറച്ച് ഒരു സംയമനം പാലിച്ചുകൊണ്ട് നമ്മൾക്ക് കുറച്ചുകൂടി നമ്മുടെ ശരീരത്തിനോട്, എന്തുകൊണ്ടാണ് ഈ ഒരു റമദാനിൽ നമ്മൾക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മളുടെ ശരീരത്തില്, നമ്മളുടെ ബത്തനില്, നമ്മളുടെ വയറില് ഈ ഒരു ഫുഡ് കുറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ
എന്താ പറയാ ഈമാൻ തോന്നുന്നത് സുബ്ഹാനല്ലാഹ് ആ ഒരു സംഭവമുണ്ട്. അതേപോലെ തന്നെ നമ്മള് നല്ല ആൾക്കാരൊപ്പം ഈ ഒരു മാസത്തിൽ കമ്പനി കൂടുക, സോ ദാറ്റ് നമ്മൾ വളരെ നല്ല ഈ പറഞ്ഞ പോലെ ഒരു സലീമായിട്ടുള്ള ഒരു കൽബോട് കൂടി നമ്മൾക്ക് റമദാനിൽ പ്രവേശിക്കാൻ കഴിയും. നല്ല ആൾക്കാരുടെ കമ്പനി, നല്ല നല്ല കാര്യങ്ങളിൽ മുഴുകുക, വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് മാക്സിമം വിട്ടു നിൽക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറെയൊക്കെ നമ്മളുടെ റമദാനിലെ ആ, റമദാനിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട്, കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് റമദാനിൽ നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കും ഇൻഷാ അല്ലാഹു തആല. ഈ ഒരു ഈ ഒരു ഷഅബാനിലെ പ്രിപ്പറേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാവുന്ന ആ, ആ, ഒരു 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 എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഈ അന്ത്യ ദിവസത്തില്, അതായത് ഡേ ഓഫ് ജഡ്ജ്മെന്റില് നമസ്കാരിൽ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരും. അവരുടെ മുഖം ഇത് എത്രത്തോളം സഹിയാണെന്ന് അറിയില്ല, പക്ഷെ ഈ ഒരു പിക്ചറൈസേഷൻ നമ്മളതൊരു അത് നമ്മളതൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ, നമ്മളതൊന്ന് ഇമാജിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് അത് കുറേ അധികം പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും. ഇപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവര് നമസ്കാരക്കാർ, അവര് ഡേ ഓഫ് അന്ത്യ ദിവസത്തിൽ ആ വിചാരണ വേളയിൽ ഒരു ഗ്രൂപ്പ് വരും. അവരുടെ മുഖം ചന്ദ്രനെ പോലെ വെളിച്ചം പുറപ്പെടുവിക്കുന്നതായിരിക്കും. അപ്പോ ചോദിക്കും ആരാണ് ഈ ആൾക്കാർ എന്ന് ചോദിക്കുമ്പോ പറയും അവര് പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് എത്തിയവരാണ്. അതേപോലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാർ വരും. അവർക്ക് അവരുടെ മുഖവും തിളങ്ങും, പക്ഷെ അതിനു മുൻപ് വന്ന ഗ്രൂപ്പിനെ പോലെയല്ല, കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഇവർ ആരാണ്? ഇവർ കാമത്തിന് മുൻപെത്തിയവരാണ്. പിന്നെ മൂന്നാമത്തെ ഗ്രൂപ്പ് വരും, കുറച്ചുകൂടെ പ്രകാശം കുറഞ്ഞവര്, കുറച്ചുകൂടെ പ്രഭ കുറഞ്ഞവര്. അവര് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കൊടുക്കുന്നതിന് മുൻപെത്തിയവരാണ്. ഇത് നമ്മൾക്ക് ജുമാ, നമ്മളുടെ വെള്ളിയാഴ്ചകളിലുള്ള ജുമാ നമസ്കാരങ്ങളിലെ പള്ളിയിൽ എത്തിച്ചേർന്നവരുടെ പറ്റി ഇങ്ങനെ തന്നെയാണല്ലോ പറയാറ്. ആദ്യം എത്തുന്നവർക്ക് ഇത്രേ, പിന്നീട് എത്തുന്നവർക്ക് ഇത്രേ. അങ്ങനെ ഇമാമ മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നത് ആ രജിസ്റ്റർ, അറ്റൻഡൻസ് രജിസ്റ്റർ ഇതാ ക്ലോസ് ചെയ്തു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതൊരു കർമ്മത്തിനും മുന്നൊരുക്കങ്ങൾ എപ്പോഴും നല്ലതാണ്. അത് പ്രത്യേകിച്ച് റബ്ബിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നമ്മളുടെ ഒരു സഹിയാണെങ്കിൽ ആ ഒരു കർമ്മത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെ സുബ്ഹാനല്ലാഹ്, നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഒരു എഫേർട്ടിനും നമ്മളുടെ ഒരു 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 നീയത്തിനും നമുക്ക് എന്തായാലും പ്രതിഫലം ലഭിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മൾക്ക് ഈ ഒരു റമദാൻ നമ്മളുടെ ഏറ്റവും വലിയ ദുആ ആയിരിക്കണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ. കഴിഞ്ഞ റമദാനിൽ നിന്ന് ഈ ഒരു റമദാനിലേക്കുള്ള ദൂരം വളരെ ഫാസ്റ്റ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മള് കണ്ണ് പൂട്ടി തുറക്കുന്നതിന് മുൻപ് ഹജ്ജ് കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു. മുഹറത്തിന്റെ അവധിയൊക്കെ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞതുപോലെ തോന്നി. ഇതാ വീണ്ടും ഒരു റമദാനിലേക്ക്, ഷാബാനിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. നമ്മളുടെ സമയമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകാൻ റെഡിയാണ്. നമ്മളുടെ മരണം നമ്മളെ ഇപ്പൊ കാത്തു നിൽക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാണോ? നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ട് തൃപ്തരാണോ? നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ സായി, അത് റബ്ബ് അതിൽ തൃപ്തിപ്പെട്ടതാണ്. നമ്മൾക്ക് ആർക്കും അറിയില്ല നമ്മളുടെ മരണം. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളുടെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കൂടുതൽ പ്ലാനിങ്ങോടുകൂടി പ്രവർത്തിക്കുക. ഈ ഒരു റമദാനില് നമ്മുടെ ജീവിതത്തിൽ നല്ല റമദാനായിട്ട് നമ്മളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ദൃഢപ്പെടുത്തുക.
നമ്മൾ ആരുടെയെങ്കിലും അടുത്ത് അന്യായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീട്ടു പറയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയായിട്ടുള്ള ഏതെങ്കിലും കഫാറയോ എന്തെങ്കിലും റീകമ്പൻസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. കടങ്ങളുണ്ടെങ്കിൽ വീട്ടുക, സദഖ ചെയ്യുക, പാപമോചനത്തിന് വേണ്ടി റബ്ബിനോട് നിരന്തരം അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നിർത്തുക, അതിനെ ഒരിക്കലും ചെയ്യില്ല എന്ന് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങുക എന്നോടെന്ന പോലെ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. നമ്മള് ഈ ഒരു റമദാൻ നമ്മളുടെ റബ്ബിനോട് എത്ര അടുത്തു എന്നുള്ളൊരു സ്കെയില് നമ്മൾക്ക് വെക്കേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ എന്തായിരുന്നു അതിനേക്കാൾ എത്ര ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കുന്ന മെത്തേഡ്സ് നമ്മൾക്ക് അറിയാമല്ലോ. കൂടുതൽ ഫർദിലൂടെയും സുന്നത്തിലൂടെയും നമ്മൾക്ക് അള്ളാഹുവിനോട് അടുക്കാൻ പറ്റും. നമ്മൾ ഈ മുന്നൊരുക്കങ്ങൾ ഒന്നും ഇല്ലാണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അവസാനം പള്ളിയിൽ പ്രവേശിക്കുന്ന, അതായത് നമസ്കാരം തുടങ്ങിയതിന് ശേഷം, അതായത് തക്ബീർ തുടങ്ങിയതിന് ശേഷം വീട്ടിൽ നിന്നും ഓടി വന്ന് പള്ളിയിൽ ചെന്ന് ഒന്നു കൊടുത്ത് ഓടി വന്ന് സഫിൽ ജോയിൻ ചെയ്ത് നമസ്കരിക്കുന്നുള്ള ഒരാളുടെ പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. അവരുടെ ഒരു മനസ്സിലെ അവസ്ഥ എന്തായിരിക്കും? രക്ഷപ്പെട്ടു, ഇനി ഇത് എത്രാമത്തെ റക്അത്താണ്, ഇത് ഇടയിൽ ഇരുത്തത്തിന്റെ ടൈമാണോ? അവർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കിതക്കുന്നുണ്ടാകും. ആ കിതപ്പൊക്കെ മാറി ആ ഒരു സ്ഥലമായിട്ടൊക്കെ പരിചയപ്പെട്ട് ആ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോഴേക്കും അവിടെ സലാമിനുള്ള സമയമായിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ റമദാനില് പ്രവേശിക്കുമ്പോൾ നോമ്പായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തറാവിയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് സെറ്റായി ഖുർആൻ പാരായണം ഒക്കെ നോമ്പ് പിടിച്ച് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളെ തൊണ്ടയൊക്കെ വറ്റി സൗണ്ടൊക്കെ പതറി ഇതിനോടൊക്കെ ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും. ആ കഴിയുന്നതോടു കൂടി തന്നെ നമ്മളുടെ അള്ളാഹുമായിട്ടുള്ള നമ്മളുടെ ബന്ധവും ആ എക്സ്ട്രാ എടുത്ത എഫേർട്ട് എല്ലാം അവിടെ തീരുന്നു. പക്ഷെ നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുള്ള സുന്നത്ത് അങ്ങനെയല്ല. ഷഅബാൻ സ്ട്രോങ് ആക്കുക, ഷവ്വാല് സ്ട്രോങ് ആക്കുക, റമദാനിനെ ഫോളോ ചെയ്യുക. ആ ഒരു എന്താ പറയാ, ആ ഒരു 6 നോമ്പുകളിലൂടെ ഷവ്വാലും നമ്മളത് ശക്തപ്പെടുത്തുക. പിന്നീട് വരുന്ന 2 മാസങ്ങള് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം 3 മാസങ്ങള് പുണ്യമാസങ്ങള്, കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യുന്ന പുണ്യമാസങ്ങളായിട്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്യുക. ഒരു 5 മാസത്തെ അല്ലെങ്കിൽ ഒരു 6 മാസത്തെ ഒരു എഫേർട്ടിലൂടെ നമ്മളുടെ മൊത്തം ജീവിതം തന്നെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു വലിയ ഒരു ചാൻസ് ആണ് നമ്മളുടെ മുമ്പിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ട് തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ചാൻസ് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. السلام عليكم ورحمة الله وبركاته.